ഇന്ന് ബജറ്റാണ്. ക്രിസ്റ്റിന പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യം. കേന്ദ്രത്തിൽ നിന്ന് അവഗണന എന്നുള്ള പരാതികളെല്ലാം ഉയരുമ്പോഴും ഇന്ന് സംസ്ഥാന ബജറ്റ് അത് ഏത് രീതിയിലാകും? കാരണം ക്ഷേമ പെൻഷൻ വർദ്ധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ചെറുതായ ഒരു എമൗണ്ടെങ്കിലും വർദ്ധിപ്പിക്കും. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അത് വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയാണ് സാധാരണക്കാർക്കുള്ളത്. ഒപ്പം തന്നെ വിഴിഞ്ഞം പദ്ധതി, പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടത് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൻ്റെ അതിൻ്റെ പണം, അതിനുള്ളത് എങ്ങനെ വിനിയോഗിക്കും, ഏത് രീതിയിലാകും അത് നീക്കി വയ്ക്കുക, അത്തരം കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ്. അങ്ങനെയുള്ളൊരു ബജറ്റാണ്. ധനമന്ത്രി KN ബാലഗോപാലാണ് ബജറ്റ് അവതരിപ്പിക്കുക. ബജറ്റ് ദിവസം എന്തൊക്കെ പറഞ്ഞാലും കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതിന്റെ ആ നടപടിക്രമങ്ങളൊക്കെ രാവിലെ മുതൽ അത് രസകരമാണ്, കൗതുകവും കൂടിയാണ് അല്ലെ? പക്ഷെ അങ്ങനെ കാത്തിരിക്കുന്നവരുടെ എണ്ണം കുറയുന്നു എന്നൊരു വിഷമം എനിക്കുണ്ട്. എല്ലാവരും തന്നെ ബജറ്റ് കാണണം എന്ന എൻ്റെ ഒരു പ്രത്യേക അഭ്യർത്ഥന കൂടിയുണ്ട്. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചെയ്യുന്നത്. അലക്സ്, വെരി 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 ഗുഡ് മോർണിംഗ്. ഒരു വർദ്ധിക്കാലത്തെ ബജറ്റാണ്. കേന്ദ്രത്തോട് ചോദിച്ചത് കിട്ടിയില്ല. മുണ്ടു മുറുക്കിയെടുത്തൊരു സംസ്ഥാന ധനമന്ത്രി അവതരിപ്പിക്കുന്ന ബജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതേസമയം തന്നെ രണ്ട് തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുകയാണ്. ജനക്ഷേമ പ്രവർത്തനങ്ങളൊന്നും മാറ്റിവെക്കാൻ ധനമന്ത്രിക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ പരിമിതികളിൽ നിന്നുകൊണ്ട് എങ്ങനെ ഒരു ജനപ്രിയ ബജറ്റ് എന്ന രീതിയിലേക്ക് ധനമന്ത്രി പോകും? സ്മിത, ക്രിസ്റ്റിന, വെരി ഗുഡ് മോർണിംഗ്. ക്രിസ്റ്റിന സൂചിപ്പിച്ചതുപോലെ ഈ ബജറ്റ് ഇന്ന് ധനമന്ത്രി KN ബാലഗോപാൽ തന്റെ 5ാമത് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി വിലയിരുത്തേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന പരാതി സംസ്ഥാന സർക്കാരിനുണ്ട്. അതുമാത്രമല്ല, കേന്ദ്ര ബജറ്റിൽ ഏതാണ്ട് 24,000 കോടിയുടെ പ്രത്യേക പാക്കേജ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിച്ചിരുന്നു. അതൊന്നും നൽകിയില്ല എന്ന വിമർശനവും പ്രതിഷേധവും സംസ്ഥാന സർക്കാരിന് നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തിൻ്റെ തനതായ വികസന പദ്ധതികൾ അതിനെന്ത് സംസ്ഥാന സർക്കാർ മാറ്റിവെക്കും എന്ന ചോദ്യമുണ്ട്. ധനമന്ത്രി ബാലഗോപാൽ തന്നെ പറയുന്നത് താൻ കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞ ഈ വർഷങ്ങളിലെല്ലാം, താൻ മന്ത്രിയായിരുന്ന കാലയളവിലെല്ലാം തനിക്ക് മുമ്പിൽ വരുന്ന കൃത്യമായ കണക്കു പരിശോധിച്ചുകൊണ്ടുള്ള ബജറ്റായിരിക്കും, ആ വിലയിരുത്തലായിരിക്കും താൻ അല്ലെങ്കിൽ ബജറ്റിൽ ഉൾപ്പെടുത്തുക. ജനങ്ങൾക്ക് അനാവശ്യമായ വാഗ്ദാനം താൻ ഇതുവരെ നൽകിയിട്ടില്ലെന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോഴും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ക്രിസ്റ്റിന സൂചിപ്പിച്ചതുപോലെ, ഒന്ന് രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റാണ്. മറ്റൊന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന 1 വർഷം കഴിയുമ്പോൾ. അത് കഴിഞ്ഞ് തന്നെ ഉടനടി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കുന്നു. സ്വാഭാവികമായി ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന എന്തൊക്കെ പദ്ധതികൾ ഈ സമ്പൂർണ്ണ ബജറ്റിൽ ഉൾപ്പെടുത്തേണ്ടി വരും ധനമന്ത്രി KN ബാലഗോപാൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉയരുന്നത്. അതിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ഇടതു സർക്കാർ, LDF സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നത് ക്ഷേമ പെൻഷൻ അത് 2,500 രൂപയായി പ്രതിമാസ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നതാണ് പ്രകടന പത്രികയിൽ LDFിൻ്റെ വാഗ്ദാനം. നിലവിൽ 1,600 രൂപയാണ് ക്ഷേമ പെൻഷനായി നൽകുന്നത്. 200 മുതൽ 300 രൂപ വരെ അതിന് കേന്ദ്ര ഫണ്ട്, അതായത് കേന്ദ്ര വിഹിതമായി മാറ്റിവെച്ചാൽ പോലും ബാക്കി തുക സംസ്ഥാന സർക്കാരാണ് നൽകുന്നത്. അതിൽ എത്രത്തോളം വർധനയുണ്ടാകുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന ചോദ്യം. നേരത്തെ ക്രിസ്റ്റിനയും സ്മിതയും ചോദിച്ചതുപോലെ ആരൊക്കെയാണ് ബജറ്റിൽ കാതോർത്തിരിക്കുന്നത്, ബജറ്റ് കാണാൻ കാത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഏതാണ്ട് 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എത്ര രൂപയാണ് അവർക്ക് വർധന ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 100 മുതൽ 200 രൂപയുടെ വരെ പ്രതിമാസ വർധനയ്ക്ക് ആലോചിക്കുന്നുണ്ട്. അപ്പോഴും 150 രൂപയെങ്കിലും വർദ്ധിപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ശുപാർശ ധനമന്ത്രിക്ക് മുന്നിലുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരു ജനകീയ പദ്ധതി ആയതിനാൽ തന്നെ അതിൽ കൃത്യമായൊരു ഇടപെടലും പ്രഖ്യാപനവും സംസ്ഥാന ബജറ്റിൽ ഉണ്ടാകും എന്ന് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്, പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടാണ്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി കേന്ദ്ര സർക്കാർ ഇനിയും പണം നൽകിയിട്ടില്ല. കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ഏതാണ്ട് 2,000 കോടി രൂപ സംസ്ഥാന സർക്കാർ ഒരു പ്രത്യേക പാക്കേജായി പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതിൽ നിരാശയായിരുന്നു ഫലം. പക്ഷേ സംസ്ഥാനം തനതായി തന്നെ ആ പുനരധിവാസം നടത്തുമെന്ന പ്രഖ്യാപനം സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു. അതിനുള്ള പണം സംസ്ഥാന സർക്കാർ കണ്ടെത്തും. അതെങ്ങനെ കണ്ടെത്തും എന്നുള്ളതിൻ്റെ ഉത്തരം പോലും ഒരുപക്ഷേ ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. നികുതി വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പിഴത്തുക, ഫീസ്, ഭൂമിയുടെ ന്യായവിലയൊക്കെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ മാത്രമേ തനതായ വരുമാനം, സംസ്ഥാനത്തിൻ്റെതായ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് കൃത്യമായ ബോധ്യം ധനമന്ത്രി KN ബാലഗോപാലിന് ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നാണ്. ഒരുപക്ഷേ ഈ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്.
മലയോര മേഖലയിലേക്കുള്ള അവരുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒപ്പം ഈ വനം വന്യജീവി ആക്രമണം തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്ക് പ്രത്യേക പാക്കേജിൽ പണം അനുവദിക്കാൻ സാധ്യത നിലനിൽക്കുന്നു. വിഴിഞ്ഞം പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായി ഉയർത്തിക്കാട്ടാൻ സർക്കാർ നിൽക്കുമ്പോൾ വിഴിഞ്ഞത്തിനോടുള്ള അനുബന്ധ വികസന പദ്ധതികൾക്കുള്ള പ്രഖ്യാപനങ്ങൾ നിലനിൽക്കുന്നു. വലിയ പ്രതീക്ഷയിലാണ് എന്തായാലും സംസ്ഥാനം ഈ സംസ്ഥാന ബജറ്റിനെ ഈ വറുതിക്കാലത്ത് ഉറ്റുനോക്കുന്നത്. 9 മണിക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കും. അതുമാത്രമല്ല സംസ്ഥാനത്തെ സാമ്പത്തിക വളർച്ച വ്യക്തമാക്കുന്ന അവലോകനവും ഇന്ന് നിയമസഭയിൽ വയ്ക്കും. ക്രിസ്റ്റീന സ്മിത. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.